മകന് മാതൃക നൽകേണ്ട, മകന് ജീവിതം കാണിച്ചു കൊടുക്കേണ്ട, അവന്റെ അച്ഛനാണെന്ന് തെല്ലൊന്ന് അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരു അച്ഛൻ. നമ്മളെയൊക്കെ പോലെ തന്നെ പലപ്പോഴും മകൻ മകൻ തന്നെയാണ്, മകൾ മകളാണ്, ഉമ്മ ഉമ്മയും വാപ്പ വാപ്പയുമാണ്. ഉയർന്നു നിൽക്കുന്നത്, മുകളിൽ നിൽക്കുന്നത്, അവരെ ഭരിക്കുന്നത് തീർച്ചയായും മാതാപിതാക്കൾ തന്നെയാണ്. അതിന് കാരണം എന്താ? നമ്മളുടെ അനുഭവങ്ങളാണ് എന്ന് നമ്മൾ കരുതും. ഒരുപക്ഷെ അവരെക്കാളും നമുക്കുള്ള നമ്മുടെ അറിവുകളാണ് എന്ന് നമ്മൾ കരുതും. ഈ കരുതും എന്ന വാക്ക് ഇവിടെ ഉൾപ്പെടുത്തേണ്ടി വരികയാണ് പ്രിയപ്പെട്ടവരെ. കാരണം കഴിഞ്ഞ കാലഘട്ടം വരെയൊക്കെ, ഏകദേശം ഒരു മിലേനിയം ജനറേഷൻ വരെയൊക്കെ, 90കളിലെ 90s കിഡ്സ് എന്നൊക്കെ പറയുമല്ലോ, അവരുടെയൊക്കെ ജനറേഷൻ വരെയൊക്കെ നമ്മുടെ മാതാപിതാക്കള് ആ മക്കളെക്കാളും അറിവുള്ളവരും ബുദ്ധിയുള്ളവരും ഒക്കെ ആയിരുന്നു. പക്ഷേ ആൽഫ ജനറേഷൻ മുതൽ അത് മാറി തുടങ്ങുകയാണ്. ആൽഫ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾക്ക്, 2010 ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അവരെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കളെക്കാളും നമ്മളെക്കാളും ബ്രെയിൻ കപ്പാസിറ്റി, തലച്ചോറിന്റെ കഴിവ് കൂടുതലുണ്ട് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി 1500 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണ് എങ്കിൽ, അവരെ വളർത്തുന്ന ഉമ്മയാണ് ഉപ്പയാണെന്ന് തെല്ലൊന്ന് അഹങ്കരിച്ച് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും 1500 ഉള്ളൂ എങ്കിൽ മക്കൾക്ക് 1800 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണ്. അവിടെ 300 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റിയുടെ കൂടുതലാണ് നമ്മുടെ മക്കൾക്കുള്ളത്. അതൊരു പക്ഷെ മെഡിക്കൽ സയൻസ് പറയുന്നതാണ് എങ്കിൽ, നമ്മൾ ഈ ഒരു ഡ്രാമയിൽ, ഈ ഒരു നാടകത്തിൽ കണ്ട ഈ ഒരു രംഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ ആ കുട്ടി പറയുന്നത് ആ കുട്ടിയെ ഒറ്റപ്പെടുത്താണ്ട് കളിയാക്കുകയാണ് എന്നുള്ളതാ. അതിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്കൊരു തിയറി മനസ്സിലാക്കാം. നമ്മുടെ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്കിടയിൽ മാനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്. പേരെല്ലാരും ഒന്ന് ഓർത്തു വെക്കാം, മാനോസ്ഫിയർ. ഈ മാനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കേട്ട ആരെങ്കിലും ഉണ്ടോ? മാനോസ്ഫിയർ ആരുമില്ലേ? നോബഡി. സോ ഈ മാനോസ്ഫിയർ എന്ന് പറഞ്ഞാല് ഒരു പറ്റം ആണുങ്ങളോ ആൺകുട്ടികളോ ഒക്കെയാണ് അതിലുള്ളത്. ഈ ആണുങ്ങളുടെ ഒരു ഓൺലൈൻ ഗ്രൂപ്പാണ് മാനോസ്ഫിയർ. ഈ ഗ്രൂപ്പിന് ഒരു തിയറി ഉണ്ട്. അവരുടെ തിയറി എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ, ഈ ഭൂലോകത്ത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ യാതൊരു സഹായവും ഇല്ലാതെ, സ്ത്രീകളുടെ യാതൊരു സഹായ സഹകരണങ്ങളും പങ്കാളിത്തവും കൂട്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഒരു പെണ്ണിന്റെ ആവശ്യമില്ല, ഒരു സ്ത്രീയുടെയും ആവശ്യം ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറയുന്ന ടോക്സിക് ചിന്താഗതിയുള്ള, വിഷം വമിക്കുന്ന ചിന്താഗതിയുള്ള ആണുങ്ങളുടെ ഒരു കൂട്ടമാണ് മാനോസ്ഫിയർ എന്ന് പറയുന്നത്.